أعوذ بالله من الشيطان الرجيم واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കാണ് കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ ശ്രദ്ധ ക്ഷണിക്കപ്പെട്ടത്. അതിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 സന്താനങ്ങളിലൂടെ ഉണ്ടായ ഒരു സംഭവം കൂടി വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അതായത് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വതുലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് നീ പാരായണം ചെയ്ത് കേൾപ്പിക്കുക നബഅ ഇബ്നൈ ആദമ, ആദമിന്റെ 2 സന്തതികളെ സംബന്ധിച്ച്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 പുത്രന്മാരുടെ വാർത്ത, വൃത്താന്തം ബിൽ ഹഖ്, യഥാർത്ഥ പ്രകാരം അവർക്ക് നബിയെ താങ്കൾ ഓതിക്കൊടുക്കുക. ഇത് ഖറബാ ഖുർബാനൻ, അവർ 2 ഒരു ഖുർബാൻ സമർപ്പിച്ചപ്പോൾ ഫതുഖബ്ബില മിൻ അഹദിഹിമാ, അവർ 2 ഒരാളിൽ നിന്ന് മാത്രം അത് സ്വീകരിക്കപ്പെട്ടു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേ വ്യക്തിയിൽ നിന്ന് അത് സ്വീകരിക്കപ്പെട്ടതുമില്ല. ഖാല, അദ്ദേഹം പറഞ്ഞു, അതായത് ആരിൽ നിന്നാണോ ഖുർബാൻ സ്വീകരിക്കപ്പെടാതെ പോയതെങ്കിൽ ഖുർബാൻ സ്വീകരിച്ചിട്ടുള്ള ആളോട് അദ്ദേഹം പറഞ്ഞു, ലഅഖ്തുലന്നക, നിശ്ചയമായും നിന്നെ ഞാൻ കൊന്നുകളയുക തന്നെ ചെയ്യും. ഖാല, അന്നേരം മറ്റേ പുത്രൻ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിശ്ചയമായും അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇത് വിശുദ്ധ ഖുർആൻ കുറച്ച് വിശദമായ നിലക്ക് തന്നെ തുടർന്നുകൊണ്ടുള്ള ആയത്തുകളിൽ ഈ സംഭവത്തിന്റെ വിശദ വിവരങ്ങളിലേക്ക് കൃത്യമായി തന്നെ വിവരണം നൽകിയിട്ടുണ്ട്. ഇവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 പുത്രന്മാർ, അവർ ഭൂമിയിൽ വന്നതിന്റെ ശേഷം അവർക്കുണ്ടായ 2 സന്താനങ്ങളുടെ സംഭവമാണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്. എങ്ങനെയായിരുന്നു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്താനങ്ങൾ ഉണ്ടായത്? അതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് ഹവ്വാ റളിയല്ലാഹു തആല അൻഹക്കുണ്ടാകുന്ന സന്താനങ്ങൾ ഓരോ പ്രസവത്തിലും 2 കുഞ്ഞുങ്ങൾ വീതം. അതിൽ ഒന്ന് ആണുമുണ്ടാകും, മറ്റൊന്ന് പെണ്ണുമുണ്ടാകും. അടുത്ത പ്രസവത്തിലും അതുപോലെ തന്നെ ഒരാണും പെണ്ണുമായി കൊണ്ട് 2 സന്താനങ്ങൾ. അങ്ങനെ ആദ്യ പ്രസവത്തിലുണ്ടായ ആൺകുട്ടി 2ാം പ്രസവത്തിലുണ്ടായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ഇങ്ങനെ ഒരേ വയറ്റിൽ ഒരേ സമയത്ത് പ്രസവിക്കപ്പെട്ട 2 ആളുകൾ തമ്മിൽ കല്യാണം കഴിക്കാതെ പിന്നീട് ശേഷമുണ്ടായ പ്രസവത്തിലുള്ള പെൺകുട്ടിയെ ആദ്യത്തേതിലുണ്ടായ ആൾ വിവാഹം കഴിക്കുന്ന രീതിയിലൂടെ, അങ്ങനെ അന്ന് സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള വിവാഹം അനുവദിക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. കാരണം അന്ന് വേറെ പെണ്ണുങ്ങളില്ല. മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നതേ ഉള്ളൂ.
ഇന്ന് ഒരു സഹോദരൻ ഒരു സഹോദരിയെ വിവാഹം കഴിക്കൽ നിഷിദ്ധമാണ്. ഖുർആൻ ശക്തമായി തന്നെ വിലക്കിയ കാര്യമാണ്. എന്നാൽ അന്ന് ആ നിലക്കുള്ള ഒരു അനുവാദം ആ കാലഘട്ടത്തിലെ സന്ദർഭം പരിഗണിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു അനുവാദം സഹോദരിയെ മറ്റൊരു പ്രസവിക്കപ്പെട്ടിട്ടുള്ള സഹോദരിയെ വിവാഹം കഴിക്കുക എന്ന നിലക്ക് അങ്ങനെയായിരുന്നു ഈ തലമുറയുടെ വളർച്ചയും പുരോഗതിയും ഉണ്ടായത് എന്ന് ഇത് വിശദീകരിച്ചുകൊണ്ടുള്ള വിവരണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അല്ലാഹു അഅലം. എന്തായിരുന്നാലും സഹോദരന്മാരെ, ഇവിടെ പറയുന്ന രണ്ട് പുത്രന്മാർ ആരാണ്? ബഹുഭൂരിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത് അവർ രണ്ടാളും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് സന്തതികളായ ഹാബീലും അതുപോലെ തന്നെ ഖാബീലുമായിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ ഖാബീൽ എന്നോ ഹാബീൽ എന്നോ രണ്ട് പുത്രന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച പ്രഗത്ഭരായ പല സഹാബിമാരിൽ നിന്നും ഈ പേരുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേൾക്കാതെ അറിയാതെ അവരത് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പുത്രന്മാരുടെ പേര് ഒന്ന് ഖാബീലും മറ്റൊന്ന് ഹാബീലുമായിരുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളിൽ ബഹുഭൂരിഭാഗവും സമർത്ഥിച്ചു കാണുന്നത്. ശരി, ആ രണ്ട് മക്കൾ അവരുടെ ഒരു സംഭവമാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ആ മക്കളുടെ ചരിത്രത്തെ സംബന്ധിച്ച് വേദപുസ്തകങ്ങളിൽ, ബൈബിളിലും അതുപോലെ തന്നെ അവരുടേതായ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഒരിക്കലും സ്വീകാര്യമല്ലാത്ത നിലക്കുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും കടന്നുകൂടിയിട്ടുള്ളതിനാൽ അള്ളാഹു ആ സംഭവത്തെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: വബ്തുലു അലൈഹിം, നബിയെ താങ്കൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക, നബഅ ബിനൈ ആദമ, ആദമിന്റെ രണ്ട് പുത്രന്മാരുടെ വാർത്ത, ബിൽ ഹഖ്, യഥാർത്ഥ പ്രകാരം ഓതി കൊടുക്കുക. അതിൽ തന്നെ സൂചനയുണ്ട്, യഥാർത്ഥത്തിന് നിരക്കാത്തതെന്തോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഹൂദികളും നസറാനികളും ബനീ ഇസ്രായേല്യർ പ്രചരിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ യാഥാർത്ഥ്യം യഥാർത്ഥമായ നിലക്ക് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുക, ഓതിക്കൊടുക്കുക നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് സംഭവം? ആദമിന്റെ ഈ രണ്ട് മക്കൾ ഹാബീലും ഖാബീലും എന്താണ് സംഭവിച്ചത്? ഇത് ഖറബാ ഖുർബാന, അവർ രണ്ടാളും ഒരു ഖുർബാൻ സമർപ്പിച്ചു. ഖുർബാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അവനിലേക്ക് അവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന സമർപ്പണം. നമ്മൾ ബലിപെരുന്നാളിന് ആട്ടിനെ അറുക്കുന്നു, ഖുർബാനാണത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർച്ച സമർപ്പിക്കുന്നു, വഴിപാടുകൾ സമർപ്പിക്കുന്നു, ഹദിയ ജനങ്ങൾക്ക് സദഖകൾ നൽകിക്കൊണ്ടതിലൂടെ പുണ്യം അള്ളാഹുവിങ്കൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ഖുർബാനുകളാണ്. ഇങ്ങനെ ഈ രണ്ട് മക്കൾ ഒരു ഖുർബാൻ സമർപ്പിച്ചു. രണ്ടാളും ഓരോ ഖുർബാൻ സമർപ്പിക്കുന്നു. എന്താണ് അവർ സമർപ്പിച്ച ഖുർബാൻ? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ ചില അഭിപ്രായങ്ങളിലൊക്കെ നമുക്ക് കാണാം, രണ്ടിൽ ഒരാൾ കർഷകനായിരുന്നു, ഒരു മകൻ കർഷകനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സമർപ്പിച്ച ഖുർബാൻ ധാന്യമായിരുന്നു, കാർഷികോൽപ്പന്നമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. മറ്റേയാള് കാലികളെ പോറ്റുന്നയാളായിരുന്നത് കൊണ്ട് അദ്ദേഹം സമർപ്പിച്ചത് ആടിനെയായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. എന്തായിരുന്നാലും അതെന്തായിരുന്നു അവര് സമർപ്പിച്ച ഖുർബാൻ എന്ന് അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹു തആല അത് പറഞ്ഞു തരുമായിരുന്നു. കാരണം ജനങ്ങൾ അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെ വിവരിച്ചു തരാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വിവരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നവനാണ്. യുബയ്യിനുല്ലാഹു ലക്കും അൻ തളില്ലു, നിങ്ങൾ പിഴക്കാതിരിക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ് എന്നൊക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സംഗതികൾ പറഞ്ഞിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം, നമ്മൾ അറിയൽ ആവശ്യമായതൊക്കെ അള്ളാഹ് വിവരിച്ചു തന്നിട്ടുണ്ട്.
അവ ഏതെങ്കിലും വിവരിച്ചു തരാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുവല്ലാതെ ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല. അതറിയൽ ആവശ്യമായിരുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെ നമുക്കത് അറിയിച്ചു തരുമായിരുന്നു. അങ്ങനെ രണ്ടാളും സമർപ്പണം നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഫതുഖബ്ബില മിൻ അഹദിഹിമാ, രണ്ടിൽ ഒരാളിൽ നിന്ന് ഖുർബാൻ സ്വീകരിക്കപ്പെട്ടു. വലം യുതഖബ്ബൽ മിനൽ ആഖരി, മറ്റേ പുത്രനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതുമില്ല. രണ്ട് പുത്രന്മാരും ഒരേ സമയം ഓരോ ഖുർബാൻ സമർപ്പിച്ചിട്ട് ഒരാളുടെ ഖുർബാൻ അല്ലാഹു സ്വീകരിച്ചു, മറ്റേയാളുടെ ഖുർബാൻ തിരസ്കരിക്കപ്പെട്ടു, സ്വീകരിക്കപ്പെട്ടില്ല. അവിടെയും നമ്മൾ ചിന്തിക്കണം, എങ്ങനെ ഇത് മനസ്സിലായി? നമ്മൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിച്ചോ, നമ്മൾ കൊടുത്ത സ്വതക്ക സ്വീകരിച്ചോ എന്നൊക്കെ പരലോകം വരെ കാത്തിരിക്കണല്ലോ. ഇവർക്ക് എങ്ങനെ മനസ്സിലായി ഒരാളുടെ ഒരു സ്വീകരിക്കപ്പെട്ടു മറ്റേ ആളുടെ ഒരു തിരസ്കരിക്കപ്പെട്ടു എന്ന് എങ്ങനെ മനസ്സിലായി? അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. ചില അഭിപ്രായങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ആ കാലഘട്ടത്തിൽ ഒരു ഖുർബാൻ സമർപ്പിച്ചാൽ ആകാശ ലോകത്ത് നിന്ന് ഒരു തീ ഇറങ്ങി വന്ന് അതിനെ മുഴുവൻ കരിച്ചു കളയുകയായിരുന്നു. അതിനെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ മാനദണ്ഡമായി അന്ന് മനസ്സിലാക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഉണ്ടായില്ല. ഒരാളുടേത് അഗ്നി വന്ന് വിഴുങ്ങി, മറ്റേ ആളുടേത് അഗ്നി വന്ന് കരിച്ചു കളഞ്ഞില്ല. അതല്ലെങ്കിൽ അന്ന് അവർക്ക് ഈ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നറിയാനുള്ള മറ്റു വല്ല അടയാളങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കാം. അതിലൂടെ ആയിരിക്കാം അവർ മനസ്സിലാക്കിയത്. അല്ലാഹു അഅലം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് രണ്ടാൾക്കും മനസ്സിലായി എന്ത്? ഒരാളിൽ നിന്ന് ഖുർബാൻ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു, മറ്റേയാളിൽ നിന്ന് ഖുർബാൻ തള്ളപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്തുണ്ടായി? ഖുർബാൻ അല്ലാഹു സ്വീകരിച്ച ഒരാള് അയാളോട് സ്വീകരിക്കപ്പെടാത്ത ഈ വ്യക്തി, ഈ മകൻ പറഞ്ഞു, ലഅഖ്തുലന്നക്, നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ കൊന്നുകളയുക തന്നെ ചെയ്യും. എന്താ അസുഖം? എന്താ അസുഖം? അസൂയ. അസൂയയാണ് ഇവിടെ പിടിപെട്ടിട്ടുള്ള അസുഖം. ഞാനും നീയും ഒരേ പ്രവൃത്തി ചെയ്തിട്ട് നിന്റേത് മാത്രം സ്വീകരിച്ച് എന്റേത് മാത്രം സ്വീകരിക്കാതെ പോയെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെ അങ്ങ് വിടൂല, നിന്നെ ഞാൻ കൊന്നുകളയും. ഒരു പുത്രൻ മറ്റേ പുത്രനോട് പറയാണ്, സഹോദരന്മാർ ഖാബീലും ഹാബീലും. ഖാബീലാണ് ഹാബീലിനോട് പറയുന്നത്, ഹാബീലിന്റേതാണ് ഖുർബാൻ സ്വീകരിക്കപ്പെട്ടത്, ഖാബീലിന്റേതാണ് തിരസ്കരിക്കപ്പെട്ടത്. ഖാബീലാണ് ഹാബീലിനോട് പറയുന്നത്, ലഅഖ്തുലന്നക, നിന്നെ ഞാൻ കൊന്നു കളയുക തന്നെ ചെയ്യും. ആ അവസരത്തിൽ ഹാബീൽ തിരിച്ചു പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിശ്ചയം അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക. കാരണം ഒരു പൊതുവായ തത്വം ഇവിടെ അല്ലാഹു തആല അറിയിച്ചു തന്നിരിക്കുകയാണ്. ആര് ഒരേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും അത് സ്വീകരിക്കേണ്ടത് അള്ളയാണ്. ഒരേ സഫിൽ നിന്ന് ഒരേ പള്ളിയിലെ ഇമാമിന്റെ പിന്നിൽ ഒരേ നിസ്കാരം നിർവഹിച്ച് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ആ നിസ്കാരത്തിൽ ആരുടേതൊക്കെ എത്ര തോതിൽ സ്വീകരിക്കപ്പെട്ടോ എത്ര തോതിൽ തള്ളപ്പെട്ടോ എന്നൊന്നും നമുക്ക് പറയാനാവില്ല. അതൊക്കെ സ്വീകരിക്കേണ്ടവൻ അള്ളയാണ്. പക്ഷേ ഏതൊരു കാലഘട്ടത്തേക്കും യോജിക്കുന്ന ഒരു നിയമം, ഒരു തത്വം ഇതിലൂടെ അള്ള പഠിപ്പിക്കുന്നു. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാകുന്നു അള്ളാഹു സ്വീകരിക്കുന്നത്. അപ്പോ ആ മകൻ മറ്റേ മകനോട് പറഞ്ഞു, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അള്ള സ്വീകരിക്കുള്ളൂ, നിന്റെ തകരാറുകൊണ്ടാ സ്വീകരിക്കപ്പെടാതെ പോയത്. ഒന്നുകിൽ അയാൾ നടത്തിയിട്ടുള്ള ഖുർബാനിൽ വല്ല പോരായ്മയും ഉണ്ടാകാം. അതായത് അയാൾ അതിനു വേണ്ടി സമ്പാദിച്ചിട്ടുള്ള മുതൽ ഒരു പക്ഷേ ഹറാമിലൂടെ നേടിയ മുതലാകാം. ഹറാമായ മുതൽ ധർമ്മം ചെയ്തിട്ടും ഖുർബാൻ സമർപ്പിച്ചിട്ടും സ്വതക്ക കൊടുത്തിട്ടുമൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഇയാളുടെ ഈ ഖുർബാൻ തള്ളപ്പെട്ടത്. അതല്ലെങ്കിൽ അമല് സ്വീകരിക്കുവാൻ ആവശ്യമായ ചില മാനദണ്ഡങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ
ആ മാനദണ്ഡങ്ങൾ ഈ പുത്രന്റേതായ ഖുർബാനിൽ ഒരുപക്ഷെ പൂർത്തിയായിട്ടുണ്ടാവില്ല. എന്തായിരുന്നാലും ഒരാളുടേത് സ്വീകരിക്കപ്പെട്ടല്ലോ, മറ്റേ ആളുടേത് തള്ളപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഒരു പൊതു തത്വം അദ്ദേഹം അതിലൂടെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ഗുണപാഠം, അല്ലാഹു ഇവിടെ പറഞ്ഞത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാൻ ഈ ലോകത്ത് സംവിധാനങ്ങളൊന്നുമില്ല. എന്നാൽ അത് സ്വീകരിക്കണേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്താലും അതങ്ങ് സ്വീകരിച്ചിട്ടുണ്ടാകുമെന്ന നാട്യമോ ആ രൂപത്തിലുള്ള ഒരു അഹന്തയോ ആ രൂപത്തിലുള്ള ഒരു അതിരുകവിഞ്ഞ വിശ്വാസമോ നമ്മുടെ ഖൽബിൽ ഉണ്ടായിക്കൂടാ. അതുകൊണ്ടാണല്ലോ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ചരിത്രത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി പടുത്തുയർത്തിയതാണ് പരിശുദ്ധ കഅബ. ആ കഅബ ആലയത്തിന്റെ നിർമ്മാണം അല്ല പറഞ്ഞിട്ടാണ് അവർ രണ്ടാളും പൂർത്തിയാക്കിയത്. ചെയ്തവരാകട്ടെ രണ്ടാളും നബിമാരാണ്. ഇബ്രാഹിം നബിയാണ്, ഇസ്മായിൽ നബിയാണ് അലൈഹിമസ്സലാം. രണ്ടുപേരും പ്രവാചകന്മാരാണ്. അവര് ചെയ്ത കർമ്മമാകട്ടെ അവരാലോചിച്ച് ചിന്തിച്ച് ചെയ്ത ഒരു കർമ്മവുമല്ല. അല്ല നേരിട്ട് വഹി കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ചെയ്ത കർമ്മമാണ്. ചെയ്തിട്ടുള്ള കാര്യമാകട്ടെ ലോകത്തൊരാൾക്കും അവസരം കിട്ടാത്ത നിലക്ക് വളരെ പരിപാവനമായ വലിയ ഒരു സൽക്കർമ്മമാണെന്ന് ചെയ്തത്. പരിശുദ്ധ കഅബാലയത്തിന് അല്ല നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള അസ്തിവാരത്തിൽ നിന്ന് അതിന്റെ തറ കെട്ടിപ്പൊക്കി കഅബാലയത്തിന്റെ നിർമ്മാണം എന്ന സൽക്കർമ്മമാണ് രണ്ടുപേരും അല്ലാഹു തന്നെ നേരിട്ട് വഹി കൊടുത്തിട്ട് അവര് പൂർത്തിയാക്കിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആയിട്ടും രണ്ടാൾക്കും തോന്നിയിട്ടില്ല, അല്ല പറഞ്ഞിട്ടാ ഞങ്ങൾ രണ്ടാളും ചെയ്തത്. ഞങ്ങളാവട്ടെ അള്ളാന്റെ വഹി കിട്ടുന്ന രണ്ട് നബിമാരാണ്. ചെയ്തതാവട്ടെ കഅബാലയത്തിന്റെ നിർമ്മാണവുമാണ്. ഇനി ഒന്നും ശങ്കിക്കേണ്ടതോ ആശങ്ക തോന്നേണ്ടതോ കാര്യമില്ല. അതങ്ങ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാണല്ലോ ഒരു പക്ഷേ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ചിന്തിക്കുക. എന്നാൽ ആ രണ്ട് മഹാന്മാരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നിർമ്മാണം പൂർത്തിയായ ഉടനെ അവർ രണ്ടാളും അല്ലാഹുവിനോട് തേടുകയാണ്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം. കാരണം നീ മാത്രമാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും നീ മാത്രമാകുന്നു. രണ്ടാളുടെയും ദുആ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഒരു കാര്യം ചെയ്ത് ആണ്ട് ഒഴിവാക്കലല്ല, അത് സ്വീകരിച്ചോ ഇല്ലേ എന്നൊരു പേടിയും ആശങ്കയുമൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതുകൊണ്ടാണ് എപ്പോഴും അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. ഹജ്ജ് ജീവിതത്തിന്റെ മുൻകാല ഘട്ടങ്ങളിൽ ചെയ്തവരോടൊക്കെ ഇസ്ലാം പറയുന്നുണ്ട്, അത് സ്വീകാര്യതയ്ക്ക് വേണ്ടി നിരന്തരം തേടിക്കൊണ്ടിരിക്കണം. റമദാൻ നോമ്പ് സ്വീകാര്യതയ്ക്ക് വേണ്ടി നിരന്തരം തേടിക്കൊണ്ടിരിക്കണം. നിസ്കാരം അത് സ്വീകാര്യതയ്ക്ക് വേണ്ടി നിരന്തരം തേടിക്കൊണ്ടിരിക്കണം. ഏത് കർമ്മങ്ങളും അല്ലാഹുവിൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് സ്വീകാര്യത ഇസ്ലാം വലിയ പ്രാധാന്യത്തോടെയാണല്ലോ കാണുന്നത്. എന്താ അതിനുള്ള മാനദണ്ഡം? മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ മാനിച്ച് അല്ലാഹു വിരോധിച്ചിട്ടുള്ള സംഗതികളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി റബ്ബിനെ സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണല്ലോ മുത്തഖി എന്ന് പറയുന്നത്. ഹുവല്ലദീ ഖാമ ബിതാഅത്തില്ലാഹി ഫാഇലൻ ലിൽ മഅ്മൂരി താരികൻ ലിൽ മഹ്ദൂർ. മുത്തഖി എന്ന് പറയുന്നത് ആർക്കാണ്? അല്ലാഹു അവനോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലാഹ് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി കൽപ്പന ഉള്ളതുപോലെ പ്രവർത്തിക്കുകയും താരികൻ ലിൽ മഹ്ദൂരി
വിരോധിക്കപ്പെട്ട ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ച, വളരെയേറെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് മുത്തഖീങ്ങൾ. അവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ മുൻഗാമികളായ സ്വഹാബിമാരിൽ നിന്നും താബിഈങ്ങളിൽ നിന്നുമൊക്കെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, ലഅന്നസ്തൈഖിന അന്നല്ലാഹ ഖദ് തഖബ്ബല മിന്നീ സ്വലാത്തൻ വാഹിദതൻ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരു നേരത്തെ നിസ്കാരമെങ്കിലും എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു നേരത്തെ നിസ്കാരമെങ്കിലും എന്നിൽ നിന്ന് എന്റെ റബ്ബ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാൽ അതാണ് അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം എന്റെ ഒരു നേരത്തെ നിസ്കാരമെങ്കിലും കബൂലാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകലാണ്. കാരണം അല്ലാഹ് തന്നെ പറയുന്നല്ലോ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത്. ഒരാളുടെ നിസ്കാരം സ്വീകരിച്ചു എന്ന് ഉറപ്പിട്ടിയാല് അയാൾ മുത്തഖിയാന്ന് ഉറപ്പായില്ലേ? അതുകൊണ്ട് ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? എന്റെ ഒരു നേരത്തെ നിസ്കാരെങ്കിലും കബൂലായിട്ടുണ്ട് എന്ന് എനിക്കൊന്ന് അറിയലാണ്. പക്ഷെ അറിയാൻ ഇവിടെ സംവിധാനമൊന്നുമില്ല. അറിയാൻ പരലോകം വരെ കാത്തിരിക്കണം. മരണാനന്തര വിചാരണയുടെയും പ്രതിഫലത്തിന്റെ നാള് വരെ കാത്തിരിക്കണം. നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ സ്വീകരിച്ചോ ഇല്ലേ? അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതായിരുന്നാലും ചരിത്രത്തിന്റെ ഈ സംഭവത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങണം. അങ്ങനെ ഈ രണ്ടാള് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത മറ്റേ വ്യക്തിയെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ മറ്റേ പുത്രൻ ഈ പുത്രനോട് കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയ ആളോട് പറയുകയാണ്, لئن بسطت إلي يدك لتقتلني ما أنا بباسط يدي إليك ليقتلك إني أخاف الله رب العالمين. لئن بسطت إلي يدك, നിന്റെ കൈകൾ നീ എന്നിലേക്ക് നീട്ടുകയാണെങ്കിൽ, നിന്റെ കൈകൾ നീ എന്നെ കൊള്ള നീട്ടുകയാണെങ്കിൽ, എന്തിന് ലിതഖ്തുലനീ, നീ എന്നെ കൊല്ലും എന്ന് പറഞ്ഞില്ലേ? നീ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ അടുത്തേക്ക് നിന്റെ കൈ നീട്ടുകയാണെങ്കിൽ, മാ അന ബിബാസിതി യദിയ ഇലൈക ലിയഖ്തുലക, തിരിച്ച് നിന്നെ കൊല്ലാൻ വേണ്ടി എന്റെ കൈകളെ നിന്നിലേക്ക് ഞാൻ നീട്ടുന്നതല്ല. നീ എന്നെ കൊല്ലാനൊരുങ്ങുകയല്ലേ? നീ എന്നെ കൊല്ലുകയാണെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നിന്റെ നേരെ ഞാൻ കൈ ഉയർത്തി നിന്നെ കൊല്ലാൻ എനിക്ക് പ്ലാനില്ല. കാരണം എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല, എന്നെ കഴിവില്ലായ്മ കൊണ്ടല്ല, എനിക്ക് വല്ല അശക്തിയും ബാധിച്ചത് കൊണ്ടുമല്ല, നിന്നെ കൊല്ലാനുള്ള കരുത്തെനിക്കില്ലാത്തത് കൊണ്ടുമല്ല. പിന്നെ എന്താണ് ഞാൻ നിന്നെ കൊല്ലില്ല, ഞാൻ ആ പണി ചെയ്യില്ലെന്ന് പറയാൻ കാരണം, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, സർവലോക പരിപാലകനായ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നു. ഞാൻ അല്ലാഹനെ പേടിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഒരാളെയും അന്യായമായി കൊന്നുകളയൂല. ഞാൻ ഒരാളുടെയും നേരെ എന്റെ കൈ ഉയർത്തൂല. ഞാൻ ഒരാളെയും ദ്രോഹിക്കൂല. എനിക്കതിന് കഴിയാത്തത് കൊണ്ടോ, ശാരീരികമായി വൈകല്യമുള്ളത് കൊണ്ടോ, അശക്തി ബാധിച്ചതുകൊണ്ടോ ഒന്നുമല്ല. ഞാനത് ചെയ്യാത്തത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. നിങ്ങൾ എന്നെ കൊന്നാലും, നിങ്ങൾ എന്നെ കൊല്ലാനൊരുങ്ങിയാലും തിരിച്ച് നിങ്ങൾ എന്നോടത് പറഞ്ഞതിന്റെ പേരിൽ എന്നാ നിന്നെയും ഞാൻ കൊന്നുകളയും എന്ന നിലക്കുള്ള ഒരു തീരുമാനം എന്റെ മനസ്സിലില്ല. ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു, ലോകരക്ഷിതാവിനെ ഞാൻ ഭയപ്പെടുന്നു. തീർന്നില്ല, പിന്നെയും ഉപദേശിച്ചു നോക്കുകയാണ് ഈ പുത്രൻ മറ്റേ പുത്രനോട്. ഇന്നി ഉരീദു അൻ തബൂഅ ബിസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. ഇന്നി ഉരീദു, നിശ്ചയം ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ തബൂഅ, നീ മടങ്ങിപ്പോകൽ, ബിസ്മി എന്റെ കുറ്റം കൊണ്ടും, വഇസ്മിക നിന്റെ കുറ്റവുമായും.
നിനക്ക് രണ്ട് കുറ്റങ്ങളാണ് കിട്ടാൻ പോകുന്നത്. എന്റെ കുറ്റവും നിന്റെ കുറ്റവും നിനക്ക് തന്നെയാണ്. ഫതകൂന മിൻ അസ്ഹാബിന്നാർ, അങ്ങനെ നീ നരകാവകാശികളിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. വദാലിക ജസാഉൽ ളാലിമീൻ, അക്രമം പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം ആ നരകം തന്നെയാകുന്നു. ഈ മകൻ മറ്റേ മകനെ ഉപദേശിച്ചു കൊടുക്കണം, നീ എന്നെ കൊല്ലണ്ട, നിനക്ക് വലിയ പാപം കിട്ടും, നിനക്ക് വലിയ കുറ്റം കിട്ടും. നീ എന്നെ കൊന്നാൽ നിനക്ക് രണ്ട് ശിക്ഷകൾ ഉണ്ടാകും. ഒന്ന് എന്റെ ശിക്ഷ നിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ, ഒന്ന് നീ എന്നെ കൊന്ന ശിക്ഷ നിനക്ക് കിട്ടും. മറ്റൊന്ന് നിന്റെ ബലികർമ്മം സ്വീകരിക്കപ്പെടാതിരിക്കുമാറ് നീ എന്തോ തോന്നിവാസം നിന്നിൽ വന്നു പോയത് കൊണ്ടല്ലേ നിന്റെ ഖുർബാൻ സ്വീകരിക്കപ്പെടാതെ പോയത്. ആ കുറ്റവും നിനക്ക് കിട്ടും. ഇനി അതിന്റെയും പുറമേ നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ നാളെ പരലോകത്തെത്തുമ്പോൾ കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ അവിടെ നീതി കിട്ടണമല്ലോ. ഒരാള് മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ ആ അവകാശത്തിന് നാളെ പരലോക കോടതിയിൽ റബ്ബൊരു തീരുമാനം വെച്ചിട്ടുണ്ട്. എത്ര വലിയ സൽക്കർമ്മങ്ങളുടെ റെക്കോർഡുമായിട്ട് ആരൊക്കെ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ എത്തിയാലും, നിസ്കാരം കൊണ്ട്, സക്കാത്ത് കൊണ്ട്, നോമ്പ് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യന്മാര് നാളെ പരലോകത്ത് എത്തുമ്പോൾ ആ മനുഷ്യനാകട്ടെ നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഭൗതികമായ ജീവിതത്തിന്റെ ഇടക്ക് അവൻ പലരോടും കണക്ക് തീർക്കാൻ ബാക്കി വച്ചിരുന്നു. അതെന്താ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ഏറ്റവും പവിത്രമാണ്, കഅബാലയം പോലെ പവിത്രമാണ് ഒരാളുടെ രക്തം, ഒരാളുടെ ധനം, ഒരാളുടെ അഭിമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞതാണ്, ഒരു മനുഷ്യന്റെ രക്തവും അഥവാ അയാളുടെ ജീവനും, അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ധനവും, അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ അഭിമാനവും പരിശുദ്ധ കഅബാലയം പോലെ പവിത്രമാണ്. അതിനെ ഹനിക്കാൻ പാടില്ല. അങ്ങനെ ഹനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ അങ്ങനെ വല്ലതും സംഭവിച്ചെങ്കിൽ അല്ലാഹുവേ പൊറുക്കണേ എന്ന് തൗബ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ആ തൗബ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ്, പാപം പുറത്തു തരണേ അല്ലാഹ് എന്ന് ചോദിക്കുന്നത് കൊണ്ട് മാത്രം പൊറുക്കപ്പെടൂല. ആരോടാണ് ഞാൻ ദ്രോഹം ചെയ്തതെങ്കിൽ ആ മനുഷ്യരോട് മരണത്തിന്റെ മുമ്പേ അയാളോട് പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്, അയാളോട് മാപ്പാക്കാൻ ആവശ്യപ്പെടേണ്ടതുണ്ട്. പണമാണ് അപഹരിച്ചിട്ടുള്ളതെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അഭിമാനത്തെയാണ് ക്ഷതപ്പെടുത്തിയതെങ്കിൽ ആ മനുഷ്യനോട് പുറത്ത് മാപ്പാക്കാൻ പറയേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യാതെയാണ് മരിച്ചുപോയതെങ്കിലോ, ഇതൊന്നും ചെയ്യാതെയാണ് മരിച്ചുപോയാൽ പരലോകത്ത് വെച്ച് അള്ളാഹ് കണക്ക് തീർക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, പരലോക കോടതിയിൽ വരുന്നവരു എല്ലാം പൊളിഞ്ഞു പാപ്പറായി പോകുന്ന ഒരാളുണ്ട്, അൽ മുഫ്ലിസ്, ഒന്നുമില്ലാത്ത ദരിദ്രനായി പരലോകത്ത് വരുന്നവൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ആ മനുഷ്യൻ? അയാൾ നാളെ പരലോകത്തേക്ക് വരുന്നത് നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ റെക്കോർഡുമായിട്ടാ വരുന്നത്. പക്ഷേ അതോടൊപ്പം ആ മനുഷ്യൻ ലറബഹാദാ, ഇന്നാലിന്നവനെ അയാൾ അടിച്ചിട്ടുണ്ട്, ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. വസഫക ദമഹാദാ, ഇന്ന വ്യക്തിയെ രക്തം ചിന്തിയിട്ടുണ്ട്, അയാളെ കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാക്കലമാലഹാദാ, ഇന്നയാളുടെ ധനം അവൻ അന്യായമായി കവർന്നെടുത്തിട്ടുണ്ട്. ഇന്ന വ്യക്തിയെ കുറിച്ചവൻ ദുരാരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ ദുന്യാവിൽ വെച്ച് പൊരുത്തപ്പെടിയിച്ചിട്ടില്ല. അവൻ നാളെ പരലോകത്ത് വരുമ്പോൾ റബ്ബ് അവിടെ വെച്ച് കണക്ക് തീർക്കും. അവിടെ കണക്ക് തീർക്കുന്നത് ദീനാറ് കൊണ്ടും ദിർഹമ് കൊണ്ടുമല്ല. പിന്നെ എങ്ങനെയാ കണക്ക് തീർക്കുക? ഞാനൊരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യന്റെ മർദ്ദിതനായ മനുഷ്യന് എന്നോട് അവിടെ കണക്ക് തീർക്കുന്നത് എന്റെ സൽക്കർമ്മങ്ങൾ അയാൾക്ക് എടുത്തു കൊടുക്കുകയാണ്. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അയാൾക്കാണ് കൊടുക്കുക. എന്റെ സൽക്കർമ്മങ്ങളൊക്കെ കൊടുത്തു തീർന്നു. ഇനി എനിക്ക് കണക്ക് തീർക്കാൻ മാത്രം എന്റെ റെക്കോർഡിൽ സൽക്കർമ്മങ്ങളൊന്നും ബാക്കിയില്ല. കണക്കാണെങ്കിൽ തീർന്നിട്ടുമില്ലെങ്കിൽ ഇനി എന്താ അടുത്തത് നടക്കാൻ പോകുന്നത്? ആ മർദ്ദിതനായ മനുഷ്യന്റെ റെക്കോർഡിലുള്ള പാപങ്ങളുടെ ഭാരം
മർദ്ദിച്ച മനുഷ്യന്റെ റെക്കോർഡിലേക്ക് ഇങ്ങോട്ട് എഴുതി ചേർക്കപ്പെടുന്നു. ഇയാൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ അയാൾക്ക് കിട്ടി, അയാളുടെ ദുഷ്കർമ്മങ്ങൾ കൂടി ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരവ് ചേർക്കപ്പെട്ടു. അവസാനം അതാ നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. തന്റെ പാപഭാരവും അയാൾക്കുണ്ട്, മറ്റേ വ്യക്തിയുടെ പാപഭാരവും കിട്ടിപ്പോയി. എന്തേ കാരണം? കണക്ക് തീർത്തില്ല, പൊരുത്തപ്പെടിച്ചില്ല. അതിലേക്കുള്ള സൂചന കൂടിയാണിത് എന്ന് പറയുന്നു മുഫസ്സിറുകൾ. ഇന്നി ഉരീദു അൻ തബൂഅ ബിസ്മി വഇസ്മിക, എന്റെ പാപവും നിന്റെ പാപവും കൊണ്ട് മടങ്ങാനാണ് ഞാൻ നിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. നിനക്ക് അങ്ങനെയാ വരിക. അങ്ങനെ വന്നാ പിന്നെ നിന്റെ കാര്യം വളരെ സങ്കടമാണ്. ഫതകൂന മിൻ അസ്ഹാബിൻ നാരി, അപ്പോൾ നീ നരകാവകാശികളിൽ പെട്ടുപോകും. വദാലിക ജസാഉൽ ളാലിമീൻ, അക്രമികളായ ആളുകൾക്ക് അതത്രേ ശിക്ഷയായി ലഭിക്കുന്നത്. അത്രത്തോളം ഇസ്ലാം മഹാപാതകമായിട്ടാണ് കാണുന്നത് ഒരാളെ കൊല്ലുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അതിന്റെ ഗൗരവം, ശിക്ഷ വളരെ ഗൗരവമായി സൂറത്തുൻ നിസായിലെ 93-ാമത്തെ ആയത്തിൽ കാണാം. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദാ, ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊന്നുകളഞ്ഞാൽ എന്താ അവന് കിട്ടാൻ പോകുന്ന ശിക്ഷ? ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ, ഇവിടെ കൊന്നവന് പകരം അവനെ കൊല്ലും. അതിന്റെ പുറമെയാണ് പരലോകത്ത് അവന് കിട്ടാൻ പോകുന്നത് നരകമാണ്. ആ നരകത്തിൽ അവൻ ശാശ്വതനാണ്. വഗളിബല്ലാഹു അലൈഹി, അല്ലാഹ് അവന്റെ മേൽ കോപിക്കുന്നതാണ്. വലഅനഹു, അവനെ ശപിക്കുന്നതുമാണ്. വഅദ്ദ ലഹു, അവൻ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു അദാബൻ അദീമാ, വമ്പിച്ച ശിക്ഷ തന്നെ. സൂറത്തുൻ നിസാ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്. ഇവിടെ സഹോദരന്മാരെ, ഒരാള് മറ്റൊരാളെ മനഃപൂർവ്വം കൊന്നാനുള്ള ശിക്ഷയായി പറഞ്ഞു. അബദ്ധത്തിലാണെങ്കിലും വലിയ ഗൗരവമാണ്. പല ആളുകൾക്കും അതിന്റെ ഹുക്കം അറിഞ്ഞുകൂടാ. അബദ്ധത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു, എവിടേക്കോ വെടിവെച്ചതാണ്, വേറൊരാളെ പേരാ കൊണ്ടത്, അയാൾ കൊല്ലപ്പെട്ടു. അല്ലെങ്കിൽ വാഹനം ഓടിച്ചു പോവാണ്, ഒരാൾ തട്ടി മരിച്ചുപോയി. എന്താണ് ഇസ്ലാം അതിന് പറയുന്നത്? വളരെ ഗൗരവത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിനും ബ്ലഡ് മണി നൽകണം, അഥവാ ദിയത്ത് കൊടുക്കണം. എത്രയാണ് ദിയത്തെന്ന് കോടതി നിശ്ചയിക്കും. ആ നിശ്ചയിക്കപ്പെട്ട വലിയ തുക കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകണം. അതിന്റെയും പുറമെ എന്തെങ്കിലും രൂപത്തിലുള്ള ചില അശ്രദ്ധകൾ ഇയാളിൽ നിന്ന് വന്നിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അതിന് പകരമായി കൊണ്ട് അദ്ദേഹം ഒരു അടിമയെ മോചിപ്പിക്കണം. എന്നാൽ ഇന്ന് അടിമമോചനം എന്ന് പറയുന്നത് ഇന്ന് പ്രായോഗികമല്ല. ഇന്ന് അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിക്കുന്ന സമ്പ്രദായത്തിനും നമുക്ക് പ്രായോഗിക തലത്തിൽ ഇല്ല. അതേ അവസരത്തിൽ അത് കിട്ടാതെ വരുമ്പോ, അതിന് സാധിക്കാതെ വന്നാൽ ഫസിയാമു ശഹ്റൈനി മുതതാബിഐൻ, 2 മാസം തുടർച്ചയായി നോമ്പെടുത്തോളണം. ബ്ലഡ് മണി നൽകണം, നഷ്ടപരിഹാരം വലിയ തുക. അത് എത്ര നിശ്ചയിക്കണമെങ്കിൽ കൊടുക്കണം. അതിന്റെ പുറമെ 2 മാസം തുടർച്ചയായിട്ട് ഈ വ്യക്തി നോമ്പെടുക്കണം. കഫാറത്ത്, അതിന് പ്രായശ്ചിത്തായിട്ട് തുടർച്ചയായി നോമ്പെടുക്കണം. ഇടക്ക് നോമ്പ് വിട്ടുപോയാൽ പിന്നെ ആദ്യം മുതൽക്ക് പിന്നെയും തുടങ്ങണം. തുടർച്ചയായിട്ട്, തുടർച്ച മുറിയാൻ പാടില്ല. അങ്ങനെ ഗൗരവമാണ് ഒരു മനുഷ്യനെ അബദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട, അബദ്ധത്തിൽ കൊന്നവനുള്ള കഫാറത്തായി പറയുന്നു. മനഃപൂർവ്വം കൊന്നാലോ അവനെ തന്നെ കൊല്ലും. മാത്രമല്ല പരലോകത്തെ കഠോരമായ ശിക്ഷ, അള്ളാഹുവിന്റെ ശാപം, അള്ളാഹുവിന്റെ കോപം വളരെ ഗൗരവമാണ്. മനുഷ്യന്റെ ജീവൻ, ആ ജീവൻ അത്രയും വിലയുണ്ട്. ആ ജീവനെ ഹനിക്കാൻ പാടില്ല. സ്വന്തം ജീവനെ ഹനിക്കുന്നത് പോലും ഇസ്ലാം നിഷിദ്ധമാക്കി. വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. അതുകൊണ്ടാണ് ആത്മഹത്യ മഹാപാതകമായത്. പാടില്ല എന്ന് ഇസ്ലാം പറയുന്നു. അപ്പൊ ഇവിടെ ആദമിന്റെ ഈ പുത്രൻ മറ്റേ പുത്രനോട് പറയുന്നത്, ഏറ്റവും കനപ്പെട്ട ഗൗരവതരമായ ശിക്ഷയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അരുത്, ഈ പണി ചെയ്യരുതെന്ന് ഉപദേശിച്ചു നോക്കി. പക്ഷേ എന്താ സംഭവിച്ചത്? ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. ഫതവഅത് ലഹു നഫ്സുഹു, അവന്റെ മനസ്സ് അവന് വഴങ്ങിക്കൊടുത്തു. എന്തിനാ വഴങ്ങിക്കൊടുത്തത്? ഖത്ല അഖീ, സഹോദരനെ കൊന്നോളാൻ തന്നെ പറഞ്ഞു.
സഹോദരനെ കൊന്നോളാൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഖാബീൽ എന്ന് പറയുന്ന പുത്രൻ ഹാബീലിനെ ഫഖതലഹു, ആ സഹോദരനെ ഈ മനുഷ്യൻ കൊന്നുകളഞ്ഞു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അങ്ങനെ അവൻ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ ആയിപ്പോയി. ഏറ്റവും വലിയ പരാജയപ്പെട്ടവനായി അവൻ. കഠോരമായ ശിക്ഷയാണ് അവന് വരാൻ പോകുന്നത് പരലോകത്ത്. അങ്ങനെ കൊല ചെയ്യപ്പെട്ട മൃതദേഹം ഇങ്ങനെ കിടക്കുകയാണ്. ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകമാണ്. അന്യായമായി ഒരാളെ കൊല്ലാൻ പാടില്ലെന്ന ഗൗരവതരമായ ശിക്ഷ, ഗൗരവതരമായ തെറ്റാണ് ആ മനുഷ്യൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ മനുഷ്യന്റെ ഡെഡ് ബോഡി എവിടെ കിടക്കുമ്പോ എന്താണ് ഈ ഡെഡ് ബോഡി ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ഈ മനുഷ്യനങ്ങ് ബേജാറായി നിൽക്കുന്ന നേരത്ത് അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ഫബഅസല്ലാഹു ഖുറാബാ, فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه قال يا ويلتى عجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. അപ്പോൾ അല്ലാഹു ഉടനെ തന്നെ അയച്ചു കൊടുത്തു ഖുറാബൻ, ഒരു കാക്കയെ. ഒരു പക്ഷി, ഒരു കാക്ക പക്ഷി, ഖുറാബ്, ഒരു കാക്ക പക്ഷിയെ അല്ലാഹു തആല അയക്കുകയാണ്. ആ കാക്ക പക്ഷി വന്നിട്ട്, ആ ഖുറാബ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? യബ്ഹസു ഫിൽ അർളി, അത് ഭൂമിയിൽ ഇങ്ങനെ മണ്ണ് കുഴിച്ചു നോക്കുന്നു. ഭൂമിയിൽ ഇങ്ങനെ മണ്ണ് കുഴിച്ചു നോക്കിയിട്ട് അതിങ്ങനെ കുഴിച്ച് ഇങ്ങനെ മണ്ണ് വീണ്ടും അതിലേക്കിടുന്ന കാഴ്ച ഇങ്ങനെ ആ കാക്കപ്പക്ഷി വന്നിട്ട് ചെയ്യുന്ന രംഗം ഈ മനുഷ്യൻ ഇങ്ങനെ കാണുകയാണ്. എന്തിനാണ് റബ്ബ് അങ്ങനെ അയച്ചു കൊടുത്തത്? ലിയുരിയഹു, അയാൾ കാണാൻ വേണ്ടി, അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. കൈഫ യുവാരി, എപ്രകാരമാണ് മറമാടേണ്ടത്. സൗഅതഖി, തന്റെ സഹോദരന്റെ ഡെഡ് ബോഡി, തന്റെ സഹോദരന്റെ ഈ ജനങ്ങൾക്കിടയിൽ വെളിച്ചത്ത് വെക്കാൻ ഒരിക്കലും പാടില്ലാത്ത മരണം നടന്നു കഴിഞ്ഞാൽ അത് മണ്ണിന്റെ അകത്തേക്ക് മറവ് ചെയ്യണം എന്ന ഇസ്ലാമിന്റെ നിയമം അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ കാക്കപ്പക്ഷിയെ അയച്ച് അത് ചെയ്യുന്ന പ്രവൃത്തി ആൾ കണ്ടപ്പോൾ ഈ മനുഷ്യൻ വിലപിക്കുകയാണ്. അന്നേരത്ത് യാ വൈലത്താ, എന്റെ നഷ്ടമേ, അജസ്തു, ഞാൻ ഇത്ര ശക്തിയില്ലാത്തവനായി പോയല്ലോ, ഞാൻ ഇത്ര അശക്തനായി പോയല്ലോ. അന്നകൂന മിസ്ല ഹാദൽ ഖുറാബ്, ഈ കാക്കയെ പോലെ ആകുന്നതിൽ നിന്ന് പോലും ഇത്ര പോലും എനിക്ക് ബുദ്ധിയില്ലാതെ പോയല്ലോ എന്നയാൾക്ക് അപ്പ സങ്കടം തോന്നുന്നു. ഫവാരിയ സൗഅത അഖി, എന്റെ സഹോദരന്റെ മൃതദേഹം അത് സംസ്കരിക്കാനുള്ള വിവരം പോലും ഇല്ലാതെ ഞാനായിപ്പോയല്ലോ എന്ന് പറയുകയും ഫഅസ്ബഹ മിനൻ നാദിമീൻ, അങ്ങനെ ആ മനുഷ്യൻ വല്ലാത്ത ഖേദത്തിൽ പെട്ടുപോയി. പക്ഷെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനി എന്ത് ഖേദിച്ചിട്ടെന്താ? ഖേദം കുറെ വൈകിയിട്ട് വരികയാണ്. ഇസ്ലാം ഇതിലൂടെ കുറെ തത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒന്ന്, ഒരു മനുഷ്യന്റെ മൃതദേഹത്തിന് പവിത്രതയുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മനുഷ്യന്റെ ബോഡി നജസല്ല. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി നജസല്ല. അതുകൊണ്ടാണ് ജനാസ നിസ്കാരത്തിന് വേണ്ടി പള്ളികളിലേക്ക് ജനാസ പ്രവേശിപ്പിക്കപ്പെടുന്നത്. നജസല്ല അത്. മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നജസല്ല. അതിന് പവിത്രതയുണ്ട്. അത് കുളിപ്പിക്കണം, ശുദ്ധീകരിക്കണം, കഫം ചെയ്യണം, ബോഡിയുടെ ഒരു ഭാഗവും കാണാത്ത നിലക്ക് മൂടണം, മുഴു ശരീരവും തുണി കൊണ്ട് മൂടണം. അതിൽ നിന്ന് ഒഴിവായിട്ടുള്ളത് ഇഹ്റാമിലായിരിക്കുന്ന ഹാജിമാർക്ക് മാത്രമാണ്. ഇഹ്റാം പ്രവേശിച്ചു കഴിഞ്ഞിട്ടുള്ള ഉടുമുണ്ടും അതുപോലെ തന്നെ ചുറ്റിപ്പുതക്കാനുള്ള മറുമുണ്ടും മാത്രമായിക്കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഹാജിയാണെങ്കിൽ ആ ഹാജിയുടെ ബോഡി മറവ് ചെയ്യുന്ന വേളയിലും അതേപോലെ തന്നെ തല മൂടാതെ, മുഖം മൂടാതെയാണ്, അങ്ങനെയാണ് കൊണ്ടുപോയി കഫൻ ചെയ്ത് മറമാടേണ്ടത്. ഒരു സ്ത്രീയാണ് ആ അവസ്ഥയിൽ മരണപ്പെടുന്നതെങ്കിൽ അവളുടെ മുഖവും മുൻകൈയും മൂടാതിരിക്കലാണല്ലോ ഇഹ്റാമിലുള്ള ഒരു സ്ത്രീക്കുള്ള നിയമം. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെയായിരിക്കും അവരുടെ ജനാസ കഫൻ ചെയ്ത് മറമാടപ്പെടുന്നത്. അതല്ലാത്ത എല്ലാ ബോഡികളും മുഴുവനും മറക്കണം, മൂടണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അതിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് പല സമുദായങ്ങളിലും കാണുന്നത് പോലെ അതിനെ അഗ്നിക്കിരയാക്കലല്ല, ചൂളയിൽ വെച്ച് കത്തിക്കലല്ല.
അങ്ങനെ കത്തിച്ചാമ്പലാക്കിക്കൊണ്ട് മൃതദേഹത്തെ അവഹേളിക്കുന്ന സ്വഭാവം സമ്പ്രദായം ഇസ്ലാം ഒരിക്കലും അനുകൂലിക്കുന്നില്ല. വേറെ ചില സമ്പ്രദായങ്ങൾ ചില നാടുകളിൽ കാണുന്നത്, മരണം നടന്നാൽ ഡെഡ് ബോഡി ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി വെക്കും. എന്നിട്ടത് ചില പ്രത്യേകമായ രൂപത്തിലുള്ള കഴുകന്മാര് വന്ന് ആ ഡെഡ് ബോഡിയുടെ മാംസങ്ങൾ കൊത്തി കീറി മുറിച്ച് തിന്ന് എല്ലും തൊലിയും മാത്രമായി കൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്ന മൃതദേഹത്തെ അവഹേളിക്കുന്ന ദുഃഖകരമായ കാഴ്ച. വേറെ ചില സമുദായങ്ങൾ അത്തരത്തിലുള്ള ബോഡികൾ പുണ്യജലങ്ങളാണ്, പുണ്യനദികളാണെന്ന് പറയപ്പെടുന്ന ചില ബോഡികളിലേക്ക് ഇട്ട് ചീർത്ത് വീർത്ത് വളരെ വികൃതമായി തന്നെ ജലത്തിലൂടെ പൊങ്ങി ഒഴുകി നടക്കുന്ന ഭീകരമായ രൂപത്തിലുള്ള മൃതദേഹങ്ങളായിക്കൊണ്ട് ആ മൃതദേഹങ്ങളെ വിരൂപമായ ഒരു അവസ്ഥയിലേക്ക് കണ്ടാൽ തന്നെ ഭയാനകമായി പൊട്ടി ചീർത്ത് കണ്ണു തള്ളി തുറിച്ച് ആ അലങ്കോലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് തള്ളപ്പെടുന്ന മൃതദേഹങ്ങളും ഉണ്ട്. ഇസ്ലാം ഇതൊന്നും അനുകൂലിക്കുന്നില്ല. ഇസ്ലാം പറയുന്നത്, മരണം നടന്നാൽ മാന്യമായി ആ ബോഡി വളരെ കൃത്യമായി കുളിപ്പിച്ച് ഇസ്ലാം പറയുന്ന രൂപത്തിലുള്ള മര്യാദകൾ പാലിച്ച് കഫൻ ചെയ്ത് അതിനു വേണ്ടി നിസ്കരിച്ചതും വറമാടണം മണ്ണിന്റെ അകത്തേക്ക്. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഈ ഭൂമി എന്ന് പറയുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയേ മാത്രമല്ല അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ളത്. ഭൂമിയെ അലം നജഅലിൽ അർള കിഫാതാ അഹ്യാഅൻ വ അംവാതാ, ഭൂമിയെ നാം മതിയാക്കിയതാക്കിയിട്ടില്ലയോ, ഭൂമിയെ നാം ആക്കിയിട്ടില്ലയോ. കിഫാത്ത് എന്നത് മതിയായതാണ്. ആർക്കൊക്കെ മതിയായതാണ്. അഹ്യാ, ജീവിച്ചിരിക്കുന്നവർക്ക് അതിന്റെ പുറമാണുള്ളതെങ്കിൽ, വ അംവാതാ, മരണപ്പെട്ടവർക്ക് അതിന്റെ ഉള്ളറയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതിനല്ല നിശ്ചയിച്ചതാണ് ഈ മണ്ണ്. അതല്ലാതെ പുറത്തിട്ട് അതിനെ അലങ്കോലപ്പെടുത്തി അല്ലെങ്കിൽ കത്തിച്ചു കളയുന്ന ആ സമ്പ്രദായമൊന്നുമല്ല ഇസ്ലാം മൃതദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അത് തുടക്കം മുതലേ അങ്ങ് കാണിച്ചു കൊടുത്തു. ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകം നടന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മനുഷ്യൻ പകച്ചു നിൽക്കുമ്പോഴാണ് ഒരു കാക്കപ്പക്ഷിയെ അയച്ച് ആ കാക്കപ്പക്ഷി ഇങ്ങനെ അതിന്റെ കാലുകൊണ്ട് ഇങ്ങനെ മണ്ണ് മാന്തി ഇങ്ങനെ കുഴിയുണ്ടാക്കി മണ്ണ് പിന്നെ അതിലേക്ക് ഇങ്ങനെ തട്ടുന്ന കാഴ്ച ഈ മനുഷ്യൻ നോക്കിക്കണ്ടപ്പോ മനസ്സിലായി ഇനിയിപ്പോ അതേ നിവൃത്തിയുള്ളൂ. അയാൾ അത് ചെയ്യണം. പക്ഷേ അയാൾ വല്ലാത്ത ഖേദത്തിൽ അകപ്പെട്ടു പോയി. സഹോദരന്മാരെ, ഇവിടെ ഇസ്ലാമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുമാത്രം ഒരു വലിയ അബദ്ധം ഈ മനുഷ്യൻ ചെയ്യാനുള്ള കാരണം എന്താ? അതാ നമുക്കതിലുള്ള പാഠം. എന്തേ ചെയ്യാനുള്ള കാരണം? അസൂയമൂത്ത മനുഷ്യൻ എന്തും ചെയ്യുമെന്നാണ് ഈ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ലോകത്ത് ആകാശലോകത്ത് നടന്ന വലിയ പാതകവും ഭൂമിയിൽ നടന്ന വലിയ പാതകത്തിന്റെയും കാരണമായി മാറിയത്, അതിന്റെ ഒന്നാമത്തെ കാരണമായി മാറിയത് അസൂയയായിരുന്നു. പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമുക്ക് കാണാം. അൽ ഹസദു അവ്വലു ദംബിൻ, ഹസദ് എന്ന് പറയുന്ന മാരകമായ അസൂയ എന്ന് പറയുന്ന രോഗമാണ് ആദ്യത്തെ കുറ്റം ആകാശലോകത്ത് വെച്ച് നടന്നത്. അതുപോലെ തന്നെ ഭൂമിയിൽ വെച്ച് നടന്ന ഒന്നാമത്തെ കുറ്റവും അസൂയയാണ്. ആകാശത്ത് വെച്ച് നടന്ന അസൂയ, ഇബ്ലീസ് ആദം നബിയോട് അസൂയ കാണിച്ചില്ലേ? ഇബ്ലീസിന് ആദം നബിയോട് തോന്നിയത് അസൂയയല്ലേ? അവനെന്താണ് എന്നേക്കാൾ അങ്ങനെ സുജൂദ് ചെയ്യപ്പെടാൻ പറയാൻ കാരണം? ഞാൻ സമ്മതിക്കൂല, അവന് കിട്ടുന്ന ആ രൂപത്തിലുള്ള പ്രത്യേകതയൊന്നും ഞാൻ അംഗീകരിക്കൂല. അവന് കിട്ടിയ അനുഗ്രഹത്തിൽ ഇബ്ലീസിന് അസൂയ തോന്നിപ്പോയി. ഭൂമിയിൽ നടന്നതോ അമ്മാഫില്ലറതെ, ഭൂമിയിൽ നടന്ന അസൂയ ഹാബീലിനോട് അസൂയപ്പെട്ടു പോയി, കൊന്നു. അസൂയപ്പെട്ട അങ്ങനെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കണ്ട, ഈ അസൂയ എന്ന് പറയുന്നത് വലിയ രൂപത്തിലുള്ള ഒരു അപകടമാണ്, വല്ലാത്തൊരു പാപാണ് ഈ അസൂയ എന്ന് പറയുന്നത്. എന്താ കാരണം? അസൂയ മനുഷ്യനെ വലിയ ദുരന്തത്തിലേക്കാണ് ചെന്നെത്തിക്കുക. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രൂപത്തിലുള്ള എന്തും ചെയ്യാൻ മടിക്കൂല. ആദം നബിയോട് ഇബ്ലീസിനുണ്ടായി, ഖാബീലിന് ഹാബീലിനോടുണ്ടായി, അത് കൊലപാതകത്തിൽ തന്നെ എത്തിച്ചു. തീർന്നില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കളിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുണ്ടായിരുന്ന ഒരു സ്നേഹം മറ്റുള്ള സഹോദരന്മാർക്ക്, മറ്റ് ബിന്യാമീനല്ലാത്ത മറ്റു 10 മക്കൾക്ക് സഹിച്ചില്ല. അവർക്ക് സഹിച്ചില്ല. എന്താ ബാപ്പക്ക് ഇത്ര ഈമോനോട് ഇത്ര വലിയ ഇഷ്ടം? ഞങ്ങളൊക്കെ ബാപ്പാന്റെ മക്കൾ തന്നെയല്ലേ എന്ന നിലക്ക് അസൂയ മൂത്തപ്പോൾ ബാപ്പയിൽ നിന്ന് ഇവനെ തട്ടിയെടുത്ത് കൊണ്ടുപോയി
കുതന്ത്രം പറഞ്ഞു, വളരെ മോശപ്പെട്ട കാരണങ്ങൾ പറഞ്ഞു കൊണ്ടുപോയിട്ട് വളരെ തന്ത്രപരമായി തട്ടിയെടുത്ത് കൊണ്ടുപോയി കൊല്ലാനാണല്ലോ അവർ ആദ്യം പ്ലാൻ ചെയ്തത്. ആ കൂട്ടത്തിൽ കുറച്ചൊക്കെ മനുഷ്യപ്പറ്റുള്ളവര് സഹോദരനാണ്, കൊല്ലണ്ട, നമ്മുടെ ബ്രദറല്ലേ, നമ്മുടെ സഹോദരനല്ലേ, കൊന്നുകളയണ്ട, അവന് നമുക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് അകറ്റുമാറ് ഏതെങ്കിലും പ്രദേശത്തുള്ള ആളൊഴിഞ്ഞ പൊട്ടക്കിണറ്റിൽ, ആളൊഴിഞ്ഞ പ്രദേശത്തുള്ള പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിവിടാം. അങ്ങനെ അവന് നമുക്ക് ഒഴിവാക്കാം. എന്താ കാരണം? അസൂയ മനുഷ്യനിൽ ഉണ്ടായാൽ മനുഷ്യൻ എന്തും ചെയ്യും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ അധ്യായത്തിൽ നമ്മോട് കൽപ്പിക്കപ്പെട്ടു ഈ രോഗത്തിൽ നിന്ന് കാവൽ ചോദിക്കാൻ. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. അവസാനം എന്താ പറയുന്നത്? ومن شر حاسد, അസൂയാലുവിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. ഇദാ ഹസദ, അവൻ അസൂയ വെച്ചാൽ. അസൂയ വെച്ചാ ചില വിഷമൊക്കെ ഉണ്ടാവും. ആ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അത്രത്തോളം ഗുരുതരമാണ്, ഭയാനകമാണ് അസൂയാലുവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രോഗമാണ്, ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ് അസൂയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യജ്തമിഉ ഫീ ജൗഫി അബ്ദിൻ അൽ ഈമാനു വൽ ഹസദു. ഒരു മനുഷ്യന്റെയും ഉള്ളിൽ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് നിൽക്കൂല. ഈമാനും ഹസദും കൂടി ഒരാളുടെ ഹൃദയത്തിൽ ഒന്നിക്കൂല. ഒന്ന് വരുമ്പോ ഒന്ന് പുറത്താണ് പോകും. അതുകൊണ്ട് മോമിനീങ്ങൾക്ക് ഹസദ് ഉണ്ടായിക്കൂടാന്ന്. ഈ ഗുരുതരാണ്. ഹസദ് ഉണ്ടാകണ എപ്പോഴാ? മറ്റുള്ളവന്റെ അനുഗ്രഹങ്ങൾ കാണുമ്പോ എനിക്കിഷ്ടാകണില്ല. എന്നാൽ ഈമാനിന്റെ പൂർത്തീകരണത്തിന് എന്താ നബി തങ്ങൾ പറഞ്ഞത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല ഹത്താ യുഹിബ്ബ ലിഅഖീഹി, തന്റെ സഹോദരന് വേണ്ടി അവൻ ഇഷ്ടപ്പെടുവോളം, മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ എനിക്കിഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് വരെ മോമിനാവൂല. ആ ഇഷ്ടം ഉണ്ടെങ്കിൽ അസൂയ ഉണ്ടാവൂല. അസൂയ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? എന്താ അസൂയ എന്ന് പറഞ്ഞാൽ തമന്നി സവാൽ നിഅമത്തൽ തവല്ലി നിഅമ, ഒരു തമന്നി ഒരാൾ ആഗ്രഹിക്കലാണ്. സവാൽ നിഅമത്തൽ ആഖർ, വേറൊരുത്തന്റെ നിഅമത്ത് നീങ്ങി പോണം, എനിക്ക് കിട്ടിയില്ലായിരുന്നു അവൻ്റെത് പോണം. അതാണ് അസൂയ. അത് ലോകത്തുണ്ടാവും, ധാരാളം ഉണ്ടാവും. ഏതൊരു നിഅമത്തുണ്ടോ അതിന് അസൂയാലുക്കളും ഉണ്ടാകുമെന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. എന്തൊരു നിഅമത്തുണ്ടോ അതിനൊക്കെ അസൂയാലുക്കൾ ഉണ്ടാവും. നമ്മിൽ ആർക്കൊക്കെ എന്തൊക്കെ നിഅമത്തുകളുണ്ടോ അതിനൊക്കെ അസൂയ വെക്കുന്നവരുണ്ടാവും. യാതൊരു സംശയവുമില്ല, ഉണ്ടാകും. അത് മനുഷ്യന്റെ പ്രകൃതാണ്. അസൂയ ഉണ്ടാവും. കുഞ്ഞുനാളിലെ മനുഷ്യന്റെ പ്രകൃതാണ്. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ, ചെറിയ രണ്ട് കുട്ടികൾ തമ്മിൽ സ്വഭാവം നോക്കിയിട്ടില്ല നിങ്ങൾ? ഒരു കുട്ടിക്ക് കളിപ്പാട്ടം കൊടുത്തു, മറ്റേ കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ കുട്ടി കുറെ ആ കളിപ്പാട്ടം കിട്ടാൻ വേണ്ടി നോക്കി, ഒരുപാട് ശ്രമിച്ചു നോക്കി, മറ്റേ കുട്ടി കൊടുക്കുന്നില്ല. അവസാനം ഭയങ്കര കരച്ചിലായി, പ്രശ്നമായി, ഉന്തും തള്ളും അടിയും പിടിയൊക്കെയായി. അവസാനം ഉമ്മയോ ബാപ്പയോ രണ്ടാളൊരാൾ വന്നിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് കളിപ്പാട്ടം വാങ്ങി വെച്ചു. അപ്പൊ മറ്റേ കുട്ടി കരച്ചിൽ നിർത്തി. എന്താ പ്രശ്നം? മറ്റോനും കൊടുത്തോ? മറ്റേ കുട്ടിക്കും കളിപ്പാട്ടം കൊടുത്തത് കൊണ്ടാ കരച്ചിൽ നിർത്തിയത്? അല്ല, അവൻ്റെതും പോയല്ലോ, അതിനെ എനിക്കും വേണ്ടത്, എനിക്ക് കിട്ടിയില്ലേലും വേണ്ട, അവൻ്റെതും പോകണം. അത് കുഞ്ഞുനാളിലേയുള്ള ഒരു മനുഷ്യന്റെ പ്രകൃതാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഇത് മനുഷ്യൻ പ്രായമാകും തോറും ഇങ്ങനെ അതും വളരും. അത് കൺട്രോൾ ചെയ്യാൻ, അത് നിയന്ത്രിക്കാൻ, അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവന് മാത്രമേ യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ വളരെ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെച്ച് പുലർത്തല്ല. വലാ തബാഗളൂ, നിങ്ങൾ പരസ്പരം വിദ്വേഷവും ഈർഷ്യതയും വെച്ച് പുലർത്തരുതേ. വകുനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങളൊക്കെ സഹോദരങ്ങളാണെന്ന പോലെ നിങ്ങൾ ജീവിക്കണേ. അസൂയ വെച്ച് പുലർത്തരുതേ, സ്നേഹത്തോടെ ജീവിക്കണേ. യഹൂദികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കാതിരിക്കാൻ കാരണം അസൂയയാണ്. ബൈബിളിൽ ഇല്ലാഞ്ഞിട്ടാ, തൗറാത്തിൽ ഉണ്ടായിരുന്നു വരാൻ പോകുന്ന പ്രവാചകനെ പറ്റിയുള്ള എല്ലാ അടയാളവും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മാത്രല്ല, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിന്റെ സ്വഭാവങ്ങൾ വരെ ബൈബിളിലുണ്ട്, തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്. എന്നിട്ടും എന്തേ യഹൂദി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ വിശ്വസിക്കാതായത്? കാത്തിരിക്കുന്നോലല്ലേ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആള് വന്ന ആദ്യം ചെന്ന് കൂട്ടിക്കൊണ്ടുപോരേണ്ടത്? ഞാനൊരാളെ കാത്തിരിക്കുകയാണ് ദീർഘനാളായിട്ടെങ്കിൽ ഞാനല്ലേ അയാളെ വരവേൽക്കാനും എതിരേൽക്കാനും മുന്നിലുണ്ടാവേണ്ടത്? അതേപോലെ യഹൂദികൾ വലിയ മേനി പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, അവര് വരട്ടെ, ആ പ്രവാചകൻ വരുമ്പോ അദ്ദേഹത്തിന്റെ പിന്നിൽ ചേർന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ശക്തമായി നേരിടുമെന്നൊക്കെ പറഞ്ഞ് മേനി പറഞ്ഞിരുന്ന യഹൂദി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ വിശ്വസിച്ചില്ല. എന്താ കാരണം? അവര് ആഗ്രഹിച്ച ഒരു പരമ്പരയുണ്ടായിരുന്നു, ഇസ്ഹാഖ് നബിയുടെ പരമ്പര. അതിൽ നിന്നല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, മറിച്ച് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ നിന്നാണ്. അത് അസൂയപ്പെട്ടു. വിശുദ്ധ ഖുർആൻ ചോദിച്ചു, അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന് കൊടുത്തിട്ടുള്ളതിന് നിങ്ങൾ അസൂയപ്പെടുകയാണോ? എന്റെ വ്യാഖ്യാനത്തിൽ കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നബുവത്ത് കൊടുത്തു, അവിടുത്തെ കുടുംബത്തിന് പ്രത്യേകത കൊടുത്തു. അതിലൊക്കെ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? നിങ്ങളത് അസൂയപ്പെടുക. അള്ളയാണ് ആ ഫദ്ല് കൊടുത്തത്, അള്ളയാണ് ആ ഫദ്ല് കൊടുത്തത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടെ പറയാണ്. അപ്പൊ അവിടെയും പ്രശ്നം എന്താണ്? അസൂയയാണ് കുഫറിലേക്ക് അവരെ നയിച്ചത്. അസൂയയാണ് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. അസൂയയാണ് അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത്. അസൂയയാണ് പരസ്പരം വിദ്വേഷമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒരാളുടെ നന്മയിൽ വളർച്ചയിലുള്ള എന്റെ വല്ലാത്തൊരു അസ്വസ്ഥത, അയാളുടെ വളർച്ചയിലും പുരോഗതിയിലും എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു, ഭക്ഷണത്തിന് രുചിയില്ലാതെയാകുന്നു, ഞാനാകെ ടെൻഷനിലാകുന്നു. എന്തേ? അയാൾക്കില്ലേ, അയാൾക്കെന്തേ അങ്ങനെ, അയാൾക്കെന്തേ അങ്ങനെ? അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല, മറിച്ച് നമുക്ക് ബുദ്ധിമുട്ടുമാണ്. അസൂയ വെക്കുന്നവന്റെ കാര്യം മഹാകഷ്ടാണ്. അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമം അൽ ഹസദു വൽ ബഗ്ദാ, രണ്ട് രോഗങ്ങൾ നിങ്ങളിലേക്ക് എഴഞ്ഞു വരും ജനങ്ങളെ, നിങ്ങൾ അറിയാതെ അരിച്ചരിച്ചു വരും. ഒന്ന് ഹസദാണ്, അസൂയ. അസൂയയും വിദ്വേഷവും ഒക്കെ നിങ്ങളിലേക്ക് വരും. ആ അസുഖം നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ വഹിയൽ ഹാലിഖാ, അത് വടിച്ചു കളയുന്ന രോഗമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, അത് മുടിയല്ല വടിച്ചു നീക്കുക, മറിച്ച് നിന്റെ ദീനത് വടിച്ചു നീക്കിക്കളയും, നിന്റെ ദീനിനെ തന്നെ നശിപ്പിച്ചു കളയും. അസൂയ നിന്റെ ദീനിനെ തന്നെ നശിപ്പിച്ചു കളയും, മറ്റുള്ളവരോടുള്ള വിദ്വേഷവും. അതുകൊണ്ട് തനിക്ക് തന്നെ നഷ്ടമാണ്. സങ്കടവും ദേഷ്യവും ദുഃഖവും ഒക്കെ സഹിച്ച് ഉറക്ക നഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ പല്ലെറുമ്പി ദേഷ്യപ്പെട്ട് കാലം കഴിച്ചത് മിച്ചമെന്നല്ലാതെ ഒരു ഗുണവും നിനക്ക് നിന്റെ ഹസദ് കൊണ്ട് കിട്ടാനില്ല. അതാണ് ഒരു കവി ചോദിക്കുന്നത്, അലാ കുല്ലി മൻ ദല്ല ലീ ഹാസിദാ അതദ്രി അലാ മൻ അസഅതൽ അദബ് അസഅത അലല്ലാഹി ഫീ ഹുക്മിഹി ഇദാ അൻത ലം തർള ലീമാ വഹബ്. ഇതിനർത്ഥം ചിന്തിച്ചോ? എന്താ പറയുന്നറിയോ? അല, അറിഞ്ഞോ, കുൽ, എന്നോട് അസൂയ വെക്കുന്നവനോട് പറഞ്ഞേക്ക്, നീ എന്തിനാ അസൂയ വെക്കുന്നത്? ആ തെതിരി നിനക്കറിയാമോ? അലാമൻ അസഅതൽ അദബ്, നീ ആരോടാണ് ഈ മര്യാദക്കേട് കാണിക്കുന്നത്? നിനക്ക് മനസ്സിലായോ? നിനക്ക് അസൂയ എന്ന രോഗമുണ്ടെങ്കിൽ നീ ആരോടാണ് ഈ അസൂയ വെക്കുന്നത്? എന്തിനോടാ നിനക്ക് ദേഷ്യം? ആരോടാണ് ഈ ദേഷ്യം വെക്കുന്നത്? അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിനക്ക് തൃപ്തിയില്ലെന്നല്ലേ നീ പറയുന്നതിന്റെ അർത്ഥം? ഒരാൾക്ക് നന്മ കൊടുക്കുന്നത് അള്ളയാണ്, ഒരാളെ വളർത്തുന്നത് അള്ളയാണ്, ഒരാളെ ഉയർത്തുന്നത് അള്ളയാണ്, ഒരാൾക്ക് പുരോഗതി കൊടുക്കുന്നത് അള്ളയാണ്. അള്ളാന്റെ തീരുമാനത്തിൽ നിനക്ക് തൃപ്തിയില്ലെന്നല്ലേ അർത്ഥം? റബ്ബിന്റെ തീരുമാനത്തിൽ തൃപ്തി രേഖപ്പെടുത്താതെ റബ്ബ് കൊടുത്തതിൽ നിനക്ക് ദേഷ്യം പിടിക്കാൻ എന്താണോ അവകാശമുള്ളത്? അള്ളല്ല അയാൾക്ക് കൊടുത്ത് വരുമ്പോ നീ ദേഷ്യം പിടിച്ചിട്ടെന്താ? നീ പകവെച്ചിട്ടെന്താ? നീ അസൂയപ്പെട്ടിട്ടെന്താ? നിനക്ക് നഷ്ടം എന്നതല്ലാതെ. അതുകൊണ്ട് ഗൗരവമായി ഇസ്ലാം കൃത്യമായി തന്നെ പറഞ്ഞു, അസൂയയാണ് മനുഷ്യനെ ഇതിലേക്ക് എത്തിക്കുന്നത്. അസൂയ, ഈ പാഠം അതാണ്. അസൂയ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളെ കർമ്മങ്ങളൊക്കെ നശിപ്പിച്ചു കളയും.
മാത്രമല്ല, ലോകത്ത് ഒന്നാമതായി ഇതിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു പാഠം, അന്യായമായി നടന്ന ഒന്നാമത്തെ കൊലപാതകം ഇതായതുകൊണ്ട് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് അന്യായമായി ഖിയാമത്ത് നാൾ വരെ എവിടെയൊക്കെ ഒരു കൊലപാതകം നടന്നാലും ആ രക്തത്തിന്റെ കുറ്റത്തിന്റെ ഒരു പങ്ക് ഈ ആദമിന്റെ പുത്രനുമുണ്ട്. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ. ലോകത്ത് അന്യായമായിട്ടുള്ള കൊലപാതകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അവനാണ്. ആ തിന്മയുടെ ഡോർ ആദ്യമായി തുറന്ന് ആ തിന്മക്ക് തുടക്കം കുറിച്ചത് അവനായതുകൊണ്ട് ലോകത്ത് ആ രൂപത്തിലുള്ള തിന്മകൾ ഖിയാമത്ത് നാൾ വരെ എവിടെയൊക്കെ നടക്കുന്നോ അതിന്റെ ഒക്കെ ഒരു വിഹിതം അവർക്കൊട്ടും കുറയാതെ ഇയാളെ അക്കൗണ്ടിലേക്കും വരുന്നുണ്ട്. അപ്പൊ എത്രയായിരിക്കും ഈ മകന് കിട്ടുന്ന ശിക്ഷ? സഹോദരന്മാരെ, ഇതിന്റെ മറുവശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിച്ചാൽ ഖിയാമത്ത് നാൾ വരെ ആ നല്ല കാര്യം കൊണ്ട് ആരൊക്കെ അനുസരിച്ച് ജീവിക്കുന്നുവോ അവരുടെയൊക്കെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ ഇതിന് തുടക്കം കുറിച്ച നല്ലവനായ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് ആരൊക്കെ അത് ചെയ്യുന്നുവോ അതിന്റെയൊക്കെ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ ഈ മനുഷ്യന്റെ അക്കൗണ്ടിലേക്കും വരുന്നു. കാരണം അയാളാണല്ലോ ആ നന്മക്ക് തുടക്കം കുറിച്ചത്. രണ്ടു വശമുണ്ട്. നന്മക്ക് തുടക്കം കുറിച്ചവർക്ക് നന്മ കിട്ടിക്കൊണ്ടേയിരിക്കും. തിന്മക്കൊരു നാട്ടിൽ തുടക്കം കുറിച്ചവർക്ക് തിന്മ വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും ഗുരുതരമായ ഒരു പാതകമാണ് ഈ ആദം സന്തതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ചരിത്രം അവസാനിപ്പിക്കുകയാണ്. ഈ സംഭവത്തിന്റെ പുറമെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും ഹവ്വാ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുമുള്ള ഒരു തെറ്റായ ഒരു ധാരണ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലെ 189 190 ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഞാൻ ആയത്ത് വിശദമായി പറയാതെ ഇതിലേക്കുള്ള സൂചന മാത്രം പറഞ്ഞു മതിയാക്കുക. അതെന്താണ് ആ സംഭവം? അതിൽ പറയുന്നത്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, ഒരാണിൽ നിന്ന് ഒരേ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചു, അതിൽ നിന്ന് തന്നെ ഇണയെയും സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന് ഗർഭിണിയായി കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ ഗർഭകാലത്ത് ഈ കുഞ്ഞിന് യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ സാലിഹായ സന്താനത്തെ തരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് നല്ലവരായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരായിരിക്കും എന്ന് പ്രാർത്ഥിച്ച് ഫലമ്മാ ആതാഹുമാ സാലിഹാ, അങ്ങനെ അവർക്കൊരു സാലിഹായ സന്താനം ഉണ്ടായാൽ, തകരാറൊന്നുമില്ലാത്തൊരു കുട്ടി ഉണ്ടായാൽ, അംഗവൈകല്യമൊന്നുമില്ലാത്തൊരു കുട്ടി ഉണ്ടായാൽ, ജഅലാ ലഹു ശുറകാ, അവരതാ റബ്ബിന് പങ്കാളികളെ നിശ്ചയിക്കുന്നു. ഫീമാ ആതാഹുമാ, അല്ലാഹു അവർക്ക് നൽകിയ ആ മകന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മകളുടെ കാര്യത്തിൽ അവർ ശിർക്ക് ചെയ്യുന്നു. അതായത് പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്, മനുഷ്യനൊരു ചെറിയ സ്വഭാവമുണ്ട് മനുഷ്യന്മാർക്ക്. അള്ളാഹിനോട് നിയമത്തിന് വേണ്ടി ഇങ്ങനെ ചോദിക്കും. അങ്ങനെ പെണ്ണ് ഗർഭം ധരിച്ച് നല്ല രൂപത്തിൽ പ്രസവിക്കണേനൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് സന്താനൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ കൂറ് പറയാൻ വേണ്ടി വേറെ പലയിടത്തേക്കും പോകുന്നു, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു, ശിർക്ക് ചെയ്യും. എത്രയോ ആളുകളിലെ കുട്ടിണ്ടായ ആദ്യത്തെ ചോറൂണ് ഗുരുവായൂരിൽ പോയി ചോറൂണ് കർമ്മം, അല്ലെങ്കിൽ പുത്തമ്പള്ളി പോയിട്ട് ആദ്യത്തെ പാല് കൊടുക്കൽ, അല്ലെങ്കിൽ മമ്പുറത്തേക്ക്, അജ്മീറിലേക്ക്, നാഗൂരിലേക്ക് ജാറം മൂടാൻ, അങ്ങനെ പലതും. കുട്ടിയെ കിട്ടി, അള്ളയാണ് കൊടുത്തത്. പക്ഷേ ആ റബ്ബ് നൽകിയ സന്താനത്തിന് നന്ദി രേഖപ്പെടുത്തേണ്ടത് ആ റബ്ബിനോടല്ലേ. പക്ഷേ അവൻ നന്ദി പലരോടുമാണ് അവൻ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ അവൻ ശിർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ ഗൗരവം ഇവിടെ ചില ആളുകൾ മനസ്സിലാക്കിയത് ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഹവ്വാ ബീവിയെ സംബന്ധിച്ചുമാണ് പറയുന്നത്. അങ്ങനെ ഹവ്വാ ബീവിക്ക് ഗർഭം ധരിച്ചാൽ പ്രസവിക്കുന്ന കുട്ടികളൊക്കെ ജീവല്ലാത്ത കുട്ടികളും അംഗവൈകല്യമുള്ള കുട്ടികളൊക്കെ ആയിട്ടാണ് ജനിച്ചു വീണിരുന്നത് എന്നും, അങ്ങനെ ഇങ്ങനെ തന്നെ ആയപ്പോ ഒരിക്കൽ ഇബ്ലീസ് ചെന്നിട്ട് ആദമിനോടും ഹവ്വയോടും ദുർബോധനം നടത്തി പോലും, എന്ത്, നിങ്ങൾക്ക് ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ വികലാംഗനായ കുട്ടി അല്ലെങ്കിൽ ജീവല്ലാതെ കുട്ടികൾ ഇങ്ങനെ പ്രസവിച്ചു വീഴുന്നത്, നിങ്ങൾക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് നിങ്ങൾ അബ്ദുൽ ഹാരിസ് എന്ന് പേരിടണം. ഹാരിസ് എന്ന് ശൈത്താന്റെ പേരാണ് അന്ന്. ആ ശൈത്താന്റെ അടിമ എന്ന് അബ്ദുൽ ഹാരിസ്, അബ്ദുള്ള എന്ന് പറയേണ്ടതിന് പകരം അബ്ദുൽ ഹാരിസ് എന്ന് പേരിട്ടാൽ നിങ്ങളെ കുട്ടിക്കൊരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ അവരങ്ങനെ തന്നെ ചെയ്തു, കുട്ടിക്കൊരു കുഴപ്പമുണ്ടായില്ല എന്നാണ്. ആരുടെ പേരിലായി പറയുന്നത്? ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും പേരിൽ ശിർക്കാണ് ആരോപിക്കുന്നത്.
രണ്ടാളും കുട്ടിക്ക് യാതൊരു വൈകല്യവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തതുപോലെ അബ്ദുൽ ഹാരിസ് എന്ന് പേരിട്ടു എന്ന് ഈ ആയത്ത് സൂറത്തുൽ അഅറാഫിലെ 189, 190 ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ചില ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാമിന് നിരക്കുന്ന വ്യാഖ്യാനമേ അല്ല. അതുകൊണ്ട് ആ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും സഹോദരങ്ങളെ, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതിലടങ്ങിയിട്ടുള്ള ഗുണപാഠങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥമായ നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് റബ്ബുൽ ആലമീൻ നമ്മെ രക്ഷപ്പെടുത്തുകയും സദാചാരത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും മേഖലയിലേക്ക് നമ്മെ വഴിനടത്തുകയും ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരിച്ചു പോകുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.